അപ്പോൾ അടുത്തതൊരു ജോബിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല, ജസ്റ്റ് 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് CV, നമ്മുടെ CVയും പിന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലും. ഈ ഒരു 2 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ CV ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഓൺലൈൻ ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈനിൽ കുറേ ടൂൾസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ടൂൾസ് അവൈലബിൾ ആണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു CVൻ്റെ ടെംപ്ലേറ്റ്, ഒരു ഫിഗ്മ ഫയൽ ഈ ഒരു വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു CVൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫിഗ്മ ഡിസൈൻ ഫയൽ ഇമ്പോർട്ട് ചെയ്ത പോലെ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളെ പേര് കൊടുക്കുക, ഇതിലത്തെ കണ്ടൻറ്റ് ഫുള്ള് ചേഞ്ച് ചെയ്യാം. പിന്നെ ലിങ്ക്ഡിൻ വ്യൂ ഓൺ ലിങ്ക്ഡിൻ എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിങ്ക് ഇവിടെ നിങ്ങളെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്ത പ്രോജക്ട്സ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ നമ്മളെ ബാക്കി 5 ഫിഗ്മ ഫയൽസ് ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് സെയിം ഡൊമൈനിൽ തന്നെ നിങ്ങൾക്കത് ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓവർ ചെയ്താൽ ഈ ലിങ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടെക്സ്റ്റും ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ ഇവിടെ ബാക്കി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇമേജ് കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇമേജ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ഇവിടെ നിങ്ങളെ ഇമേജ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു CV നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു കവർ ഇമേജൊക്കെ റെഫർ ചെയ്താൽ, ഗൂഗിളിൽ തന്നെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കവർ ഇമേജ് ഫിഗ്മ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫിഗ്മൻ്റെ ബേസിക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കവർ ഇമേജ് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രൊഫൈൽ, പിന്നെ നിങ്ങൾ അത്ര എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു സബ് ടൈറ്റിലാക്കി കൊടുക്കുക, ഈ ഒരു ബയോയിൽ കൊടുക്കുക. പിന്നെ അതുപോലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. പിന്നെ ലിങ്ക്ഡിനിൽ ഇടയ്ക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതൊക്കെ നമുക്കൊന്നും കൂടെ പ്രൊഫൈൽ വ്യൂസ് കിട്ടാനൊന്നും കൂടെ ഹെൽപ്ഫുൾ ആവും. റിക്രൂട്ടേഴ്സ് നമ്മളെ പ്രൊഫൈൽ കാണാൻ വേണ്ടിയിട്ടൊന്നും കൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ജോബ്സ് എപ്പോഴും ഒരുപാട് ജോബ്സ് ഉണ്ട് കേട്ടോ. വേർഡ്പ്രസ് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, വേർഡ്പ്രസ് ഡെവലപ്പർ ഇൻറ്റേൺഷിപ്പ് ആയാലും അതുപോലെ എക്സ്പീരിയൻസ്ഡ് സീനിയർ ലെവൽക്കായാലും ഒരുപാട് ജോബ്സ് ഉണ്ട്. റിമോട്ടായിട്ടാണ്, നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് തന്നെ ഒരുപാട് ജോബ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് വേർഡ്പ്രസ്സിൽ. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോഴ്സ് ഫുൾ വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്കൊരു പ്രോജക്റ്റ്, ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ കൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന അടുത്ത ഫിഗ്മ ഫയൽസിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു.